ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് തമ്മിലും കാര്യങ്ങളും കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല എന്താ വിഷയം എന്നുള്ളത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഞാൻ തമ്മിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഈ ജംഷീദ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ എന്നെയും ചെറിയ രീതിയിൽ പറ്റിച്ചു. പക്ഷെ എനിക്ക് ഫൈനാൻഷ്യലിയോ അല്ലെങ്കിൽ ഒരു തരത്തിലും എനിക്കത് ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടില്ല. ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്കും കൂടെ വേണ്ടിയിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഇനിയും അയാൾ വേറെ ആൾക്കാർക്ക് മെസ്സേജ് അയക്കാൻ നല്ല ചാൻസ് ഉണ്ട്. സോ ബി കെയർഫുൾ. എനിക്ക് വന്നിട്ടുള്ള കുറച്ച് മെസ്സേജും കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ ജംഷീദ് അങ്ങനെ എന്തോ ആണ് ഇവരുടെ അക്കൗണ്ട്. പിന്നെ ഫോട്ടോ ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്, തമ്മിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫോട്ടോ കൊടുക്കുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇയാളാണെന്നുള്ളത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. സോ ഞാനായിട്ട് മറച്ച് വെക്കേണ്ട ആവശ്യമുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ജംഷീദ് എന്ന് പറയുന്ന ആള് എനിക്ക് രണ്ടല്ല കുറച്ച് ദിവസം മുമ്പ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്താ മെസ്സേജ് എന്നുള്ളത് ഞാൻ ഇവിടെ കൊടുക്കാം, നിങ്ങൾ നോക്കട്ടോ. അപ്പോൾ ഷർഗാവി ട്രേഡേഴ്സിൻ്റെ മാനേജിങ് ഡയറക്ടറാണ് ഈ ജംഷീദ് എന്ന് പറയുന്ന ആൾ. അയാളാണ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. ട്രാവൽ പാക്കേജിൻ്റെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനൊരു മെസ്സേജ് കണ്ട് കുറച്ച് കഴിഞ്ഞേരം ഞാൻ എന്ത് ചെയ്തു, തിരിച്ചൊരു റിപ്ലൈ കൊടുത്തു. ഇൻട്രസ്റ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലൊരു റിപ്ലൈ കൊടുത്തതിന് ശേഷം നമ്മൾ ഇൻസ്റ്റയിൽ കുറച്ച് മെസ്സേജ് അയച്ചു. ട്രാവൽ ചെയ്യാൻ എങ്ങനെയാണ്, ഇൻട്രസ്റ്റ് ആണോ? ലൈക്ക് നമ്മളിതൊരു ട്രാവൽ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ട്രാവൽ കൊളാബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ കോൺടാക്ട് ചെയ്യുന്നത്. നമ്മൾ ഓരോ ഡെസ്റ്റിനേഷൻസിൽ പോയിട്ട് അവിടുന്ന് ട്രാവൽ കണ്ടൻറ്റ് ചെയ്ത് അത് നമ്മൾ എന്താ പറയുക ലൈക്ക് റീൽസാക്കി ഇടുന്നതാണ് നമ്മുടെ പ്രൊജക്റ്റ് വരുന്നത്. ഈ പ്രൊമോഷൻ റിലേറ്റഡ് ആയിട്ടുള്ള മെസ്സേജ് അയച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വോയിസ് കോളാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വോയിസ് കോളിൽ എനിക്ക് നെറ്റ് ഇഷ്യൂ കാരണം നമ്മൾ എന്ത് ചെയ്തു, നോർമൽ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. എനിക്കത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഫസ്റ്റ് ഇതൊന്നും ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ റെക്കോർഡ് ചെയ്തില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ കോളിൽ ഇവരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മളിത് ഒരു 1 year കോൺട്രാക്റ്റ് ആണ്, അതിൽ 6 lakh വെച്ചിട്ടാണ് ഓരോ ആൾക്കാർക്കും കൊടുക്കുന്നത്. ഞങ്ങൾ 3 പേരാണ്, ഒന്ന് ഞാൻ, വേറെ 2 ഇൻഫ്ലുവൻസർ. അപ്പോൾ 1 year കോൺട്രാക്റ്റ്, അതിൽ നമ്മൾ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്ത് അറ്റ് ടൈമാണോ എന്താ അറിയില്ല, ഒരു അഡ്വാൻസ് ആയിട്ട് നമുക്ക് 3 lakh തരും. ഒരു 3 മാസം ഇവർ പറയുന്ന രീതിയിൽ നമ്മൾ ട്രാവൽ ചെയ്ത് കൊടുക്കണം, അതിൻ്റെ പ്രൊമോഷനും കാര്യങ്ങളും ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കോൺട്രാക്റ്റിന് ക്വിറ്റ് ചെയ്യാമെന്നാണ്. ഫസ്റ്റ് പോകുന്നത് എങ്ങോട്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മണാലിയാണ്. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഞാൻ ഈ 6 lakh എമൗണ്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഇത്രയൊക്കെ വരുമോ അങ്ങനെ ഒരു ഇത്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ എനിക്ക് ഫസ്റ്റ് ടൈം ആയിട്ട് വരുന്ന ഈ ടൈപ്പ് പ്രൊമോഷനാണ്. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു പ്രൊജക്റ്റ് ചെയ്തിട്ടില്ല, എൻ്റെ ഫസ്റ്റ് ടൈമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് അല്ലെങ്കിൽ മുന്നേ സാധാരണ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവാറ്, അതൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് ഇത് ഫേക്കാണോ അല്ലെങ്കിൽ ഇത് സത്യമാണോ അങ്ങനെ ഒരു ഇത് വന്നു. പിന്നെ എൻ്റെ ഒരു കേസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ സോഷ്യൽ മീഡിയ ആണെങ്കിലും ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യണത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവർ പറയുന്നൊന്നും ഫുള്ളായിട്ട് ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു സമയം എത്തിയപ്പോൾ ഞാൻ ട്രസ്റ്റ് ചെയ്തു. അതെന്താണെന്ന് വിചാരിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ 3 ആളെ വെച്ചിട്ടാണ് ട്രിപ്പ് പോകാമെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ അവരോട് ചോദിച്ചു, ബാക്കി 2 ആൾക്കാരുടെ അക്കൗണ്ടും കൂടെ ഒന്ന് നിങ്ങൾ അയച്ചു തന്നു പറഞ്ഞപ്പോൾ അറ്റ് ടൈം ഇവർ അയച്ചു തന്നു. അപ്പോൾ തന്നെ ഇവർ അയച്ചു തന്നിട്ട് ഞാൻ അക്കൗണ്ട് ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് 2ഉം അത്യാവശ്യം ഫേമസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ, ഒരു ജിം റിലേറ്റഡ് ആയിട്ടും നിൽക്കുന്ന ഒരു ചേച്ചിയും, ഒന്ന് അത്യാവശ്യം എന്താ പറയുക ഒരു ഇൻഫ്ലുവൻസറാണ്, ഡാൻസറാണ്, ആൻഡ് ഓൾസോ ഒരു ഫിലിമിൽ ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ അവർ ജംഷീദ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അക്കൗണ്ട് നോക്കിയ സമയത്ത് ഓക്കെ കറക്റ്റാണ്. അപ്പം ഞാനും ഇവർ 2 ആളും ഉണ്ടല്ലോ എന്നുള്ള ആ ഒരു ധൈര്യത്തിൽ ഞാൻ എന്ത് ചെയ്തു, ജംഷീദ് എന്ന് പറയുന്ന ആളെ ട്രസ്റ്റ് ചെയ്തു. ഈ 2 ചേച്ചിമാർക്ക് മെസ്സേജ് അയച്ചു. ഇൻസ്റ്റയിൽ നമ്മൾ സംസാരിച്ചു. പിന്നെ നമ്മൾ എനിക്ക് ആ ജിമ്മായിട്ട് റിലേറ്റ് ചെയ്യുന്ന ആ ചേച്ചി ഉണ്ടല്ലോ, എനിക്ക് ഇൻസ്റ്റയിൽ അയച്ചപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവരുടെ അക്കൗണ്ടിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വാട്സപ്പ് ത്രൂ നമ്മൾ മെസ്സേജ് അയച്ചു, നമ്മൾ സംസാരിച്ചു. മറ്റേ ചേച്ചിനോടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റ ത്രൂ നമ്മൾ സംസാരിച്ചു. അപ്പോൾ എന്നോട് എന്താണ് ജംഷീദ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ കാര്യങ്ങൾ തന്നെയാണ് അവരോട് സംസാരിച്ചത്. പിന്നെ അതിൽ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാലും, ഈ ട്രിപ്പ് നമ്മൾ പോവാൻ ഉദ്ദേശിച്ച ഈ മണാലി ട്രിപ്പ് ഇവർ കുറച്ച് മുന്നേ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ജൂൺ ഓർ ജൂലൈയിൽ പോകണം എന്ന് വിചാരിച്ച് നിൽക്കുന്ന ട്രിപ്പായിരുന്നു. അത് ഒരു പെൺകുട്ടി കാരണം മുടങ്ങി.
അതായത് എൻ്റെ പകരം നിന്നിട്ടുണ്ടായിരുന്ന ആ പെൺകുട്ടി, ഇവർ രണ്ടാളും ഓൾറെഡി ഉണ്ട്. എൻ്റെ പകരം ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി ഇവരെന്തോ ക്യാഷിൻ്റെ ഇഷ്യൂവിൽ 2.5 ലക്ഷം ജംഷീദിൻ്റെ അടുത്തുനിന്ന് വാങ്ങിയിട്ട് ജംഷീദിനെ പറ്റിച്ചിട്ട് മുങ്ങിക്കളഞ്ഞു എന്നാണ് ജംഷീദ് എന്നോട് പറഞ്ഞിട്ടുണ്ടായത്. അപ്പം ആ ഒരു സംഭവം വന്നപ്പോൾ ജംഷീദ് ആകെ ഡൗൺ ആയി. അതുകൊണ്ട് ആ ട്രിപ്പ് കുറച്ചിങ്ങനെ ലാഗായി വന്ന് ഇത്രയും ഡിലേ ആയിട്ട് നിന്നു. ഈ ഒരു സ്റ്റേജിൽ നിൽക്കുകയാണ്. അങ്ങനെ ഒരു മൂന്നാമതൊരാൾക്ക് വേണ്ടിയിട്ട് അവർ സെർച്ച് ചെയ്തപ്പോഴാണ് എന്നെ കിട്ടിയത്. എന്നെയും അതുപോലെ ഇംഗ്ലീഷ് കഫേ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അതിലൊരു കുട്ടീനെയും കൂടെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ ഏതോ ആൾക്കാർ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് മെസ്സേജ് അയച്ചത് എനിക്കാണ്. എനിക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോവാം, അല്ലാന്നുണ്ടെങ്കിൽ വേറെ അവർ മറ്റുള്ള ആൾക്കാരെ നോക്കും. ആ ഒരു രീതിയിലാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ 2 ആൾക്കാരും ഉണ്ടല്ലോ, ഇവർ കുറച്ച് മുന്നേ സംസാരിച്ച് സെറ്റാക്കിയതല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ആ ഒരു സമയത്ത് ഞാൻ സത്യം പറഞ്ഞ് ഞാൻ ഇവരുടെ ട്രസ്റ്റ് ചെയ്തു. പിന്നെ എന്നോട് ജംഷീദാണെങ്കിലും ആ 2 ആൾക്കാരിൽ ഒരു ചേച്ചി പറഞ്ഞു, എടാ ഞാൻ തിങ്കളാഴ്ച കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യാൻ പോവാണ്, ബാക്കി ഫർദർ ഡീറ്റെയിൽസൊക്കെ ഞാൻ നിന്നെ അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് നിന്നു. നമ്മൾ നല്ലപോലെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് നിന്നു. അങ്ങനെ നിന്ന സമയത്താണ് ഞാൻ കുറച്ച് ആദിൽ നൂറ എന്ന് പറയുന്ന ആൾക്കാരുടെ, നിങ്ങൾക്ക് അറിയാമല്ലോ കപ്പിൾസാണ്, അവരുടെ പോസ്റ്റും കാര്യങ്ങളും ഒക്കെ കാണുന്നത്. അത് എനിക്ക് ഷെയർ ചെയ്ത് തരുന്നത് ഈ ഒരു ചേച്ചിയാണ്. നമ്മൾ ഈ 2 ആൾക്കാരെന്ന് പറഞ്ഞാൽ അതിൽ ഒരാളാണ്, ഞാൻ പേരും കാര്യങ്ങളും പറയുന്നില്ല. അപ്പോൾ അവരാണ് എനിക്കിങ്ങനെ ഷെയർ ചെയ്ത് തരുന്നത്. അത് കണ്ട സമയത്ത് സത്യം പറയാലോ എൻ്റെ ഈശ്വര, ഞാൻ ചെറിയ രീതിയിലൊന്നുമല്ല വലിയ രീതിയിൽ ഞെട്ടിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ആ പോസ്റ്റ് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളും ആ ഒരു ട്രാപ്പിൽ വീഴാൻ പോവുമായിരുന്നു. ബട്ട് എൻ്റെ ഒരു കേസ് എങ്ങനെയാണെന്ന് വെച്ചാലും, ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ മീൻസ് ഇങ്ങനത്തെ ഈ ഒരു കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫാമിലി ഫുള്ള് നമ്മൾ A to Z കാര്യങ്ങൾ അന്വേഷിച്ചിട്ടാണ്. ഇപ്പോൾ മാമന്മാരോട്, ഏട്ടനോട്, അച്ഛനും വീട്ടിൽ എല്ലാവരും ഡിസ്കസ് ചെയ്ത് A to Z അവരുടെ എല്ലാം നോക്കിയിട്ട് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ട്രാപ്പിൽ ചാടാനുള്ള ആ ഒരു ഇത് ഉണ്ടാവില്ല. ബട്ട് ഒരാളെ നമ്മൾ വിശ്വസിക്കുന്നതിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് അത് ഭയങ്കരമായിട്ട് ഞാനിങ്ങനെ എൻ്റെ ദൈവമേ ഇവർ ഇത്രയ്ക്കായിരുന്നു എന്നുള്ള ആ ഒരു അതിൽ ജംഷീദിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് മലപ്പുറം പെരിന്തൽമണ്ണയാണ് അവരുടെ പ്ലേസ് എന്ന് പറയുന്നത്. അവർ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ കൊച്ചിയിലാണ് ഇവരുടെ ഷർഗാവി ട്രേഡേഴ്സ്. അത് അവിടെയുണ്ട്. പിന്നെ അതുതന്നെയാണോ അറിയില്ല, എന്തായാലും കൊച്ചിയിലും ഒരു ഓഫീസുണ്ട്, അതുപോലെ തന്നെ ഇവിടെ പെരിന്തൽമണ്ണയിലും ഒരു ഓഫീസ് ഉണ്ടെന്നൊക്കെയാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായത്. എനിക്ക് കറക്റ്റ് അറിയില്ല, അവർ പറഞ്ഞ അറിവല്ലേ ഉള്ളൂ. എന്നോട് ജംഷീദ് ചോദിച്ചു, സ്നേഹയുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, സ്നേഹ നമുക്കൊരു ബിസിനസ് ഉണ്ട്. ജംഷീദ് പറയാണ്, നമുക്കൊരു ബിസിനസ് ഉണ്ട്, നമുക്ക് ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പാർട്ട്ണർ ആയിരുന്നു എൻ്റെ സ്ഥാനത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പെൺകുട്ടി എന്ന് പറഞ്ഞില്ല, അതായത് ക്യാഷ് തട്ടിക്കൊണ്ടേ പെൺകുട്ടിന്ന്. ആ പെൺകുട്ടിയായിരുന്നു അവരുടെ ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സിൻ്റെ പാർട്ട്ണർ. അപ്പോൾ ആ പെൺകുട്ടി എന്ത് ചെയ്തു, 2.5 ലക്ഷം ജംഷീദിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടും കൊണ്ടുപോയി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തട്ടിപ്പ് നടത്തിയതാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലേക്കും ഇവരൊരാളെ നോക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 2 പേരും മലപ്പുറത്തായതുകൊണ്ട് തന്നെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി ഈസി ആയിരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രപ്പോസലും കൂടെ എൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഫസ്റ്റ് പറഞ്ഞു, എനിക്ക് അതിനിപ്പോൾ താല്പര്യമില്ല, ഇപ്പം നമുക്ക് ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാം. പിന്നെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഒരു പാർട്ട്ണർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. എൻ്റെ കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്യാനിപ്പോൾ ഇല്ല, ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ഞാനിപ്പോൾ ചിന്തിക്കുന്നേ ഇല്ല, എനിക്ക് അങ്ങനത്തെ പ്ലാൻ ഇല്ല. നമുക്ക് എന്തായാലും നോക്കാം, നമുക്കിപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഈ ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ജംഷീദ് പറഞ്ഞു, സ്നേഹ നമുക്ക് ഈ ട്രാവലിൻ്റെ കഴിഞ്ഞിട്ട് ഉടനെ നമുക്ക് നമ്മുടെ ബിസിനസ്സും കൂടെ നോക്കണം, അതാണ് ഞാൻ ഇതിനും കൂടെ പറഞ്ഞത്. പിന്നെ നീ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം, എല്ലാ ഇൻവെസ്റ്റും കാര്യങ്ങളും ഒക്കെ ഞാൻ നടത്തിക്കോളാം, നീ ജസ്റ്റ് അതിലൊരു പാർട്ട്ണറായിട്ട് A to Z കാര്യങ്ങൾ കൊണ്ട് നടന്നാൽ മതി. അങ്ങനെ ഒരു രീതിയിലും എൻ്റെ അടുത്തൊരു പ്രപ്പോസൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെ പോസ്റ്റ് കണ്ടിട്ടാണ് ഞാൻ ഈ സത്യം പറഞ്ഞ ഇയാൾ പക്ക ഫ്രോഡാണെന്നുള്ളത് മനസ്സിലാക്കിയത്. അവരുടെ അടുത്തും ഇതേപോലെയാണ് അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇങ്ങനെ ട്രാവൽ പാക്കേജ് പ്രൊമോഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അവരും ഫസ്റ്റ് ട്രിപ്പ് മണാലിക്കായിരുന്നു. അവർ മണാലി പോയി. ആദിൽ നൂറ എന്ന് പറയുന്ന കപ്പിൾസ് മണാലി പോയി. അവരുടെ കൂടെ ആരോ ഉണ്ടെന്ന് അവർ വീഡിയോയിൽ പറയുന്നുണ്ട്, എനിക്ക് കറക്റ്റ് അറിയില്ല. എന്തായാലും അവർ പോയി തിരിച്ച് വന്നതിന് ശേഷമാണ് അവർ ഈ ജംഷീദിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുന്നത്.
ബട്ട് അവർ പറയുന്നുണ്ട് അവർ പോയ സമയത്ത് തന്നെ അവർക്ക് വീഡിയോ എടുക്കുന്ന സമയത്ത് അവരുടെ ദേഹത്ത് തൊടുക, അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസൊക്കെ ജംഷീദുമായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ പേഴ്സണൽ കാര്യത്തിൽ കുറച്ചുകൂടെ ഇടപെടുക, അങ്ങനെ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ജംഷീദിൻ്റെ അടുത്ത് നിന്ന് ഉണ്ടായിരുന്നു എന്നുള്ളത് അവർ പറഞ്ഞു. അവർ എന്തോ സേഫായിട്ട് അവരിവിടെ എത്തി. നാട് കഴിഞ്ഞിട്ട് അവരെ കൊണ്ട് തന്നെ ഒരു ഗിവ് അവേ കാര്യങ്ങളും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഗിവ് അവേ കൊടുത്ത സമയത്താണ് ജംഷീദിനെ ബാക്കിയുള്ള കുറച്ച് അവരുടെ ഫോളോവേഴ്സ്, കുറച്ച് ആൾക്കാർ മനസ്സിലാക്കിയിട്ട് അവർ ഈ ആദിൽ നൂറ എന്ന് പറയുന്ന ആൾക്കാരോട് പറഞ്ഞു കൊടുക്കുന്നത് ഇത് പക്ക ഒരു ഫ്രോഡാണ്, അങ്ങനെ ഇങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ ആ വീഡിയോയിൽ എന്തോ ക്ലിയർ ആയിട്ട് എന്തോ പറയുന്നുണ്ട്, 1.5 ലക്ഷത്തിൻ്റെ എന്തോ തട്ടിപ്പ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വീഡിയോ എനിക്ക് ഓർമ്മയില്ല, കണ്ടിട്ടുണ്ട് ബട്ട് ഓർമ്മയില്ലാതാണ് കേട്ടോ. അപ്പം ഇവർക്കാണോ അത് ഇവരുടെ ഏതെങ്കിലും ഫ്രണ്ട്സിനാണോ എന്നറിയില്ല, എന്തായാലും ഒരു 1.5 ലക്ഷം രൂപ ജംഷീദ് തട്ടിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവർ കേസ് ഫയൽ ചെയ്തു. അങ്ങനെ ജംഷീദായിട്ടുള്ള കുറച്ച് ഈ തട്ടിപ്പായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവരതിൽ പറയുന്നുണ്ട്. ആൻഡ് ഒരു കപ്പിൾസിൻ്റെ അടുത്ത് നിന്ന് ഇതേമാതിരി ഹണിമൂൺ പാക്കേജ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ക്യാഷ് തട്ടിയെടുത്തിട്ട് ഇപ്പോൾ ആള് മുങ്ങിയിരിക്കുകയാണ് എന്നൊക്കെയാണ് അവർ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അതിനൊക്കെ ശേഷമാണ് എന്നെ അവർ കോണ്ടാക്ട് ചെയ്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിലവിൽ നിൽക്കുന്ന സമയത്തും അയാൾ വീണ്ടും മറ്റൊരാളെ കോണ്ടാക്ട് ചെയ്തിട്ട് വീണ്ടും ഈ ട്രാപ്പിലേക്ക് ഇടുകയാണ്. അപ്പോൾ അയാളെ മൈൻഡ് സെറ്റ് നിങ്ങളൊന്ന് ആലോചിക്കുക. എന്തൊക്കെ പോലീസ് കേസ് ഉണ്ടായാലും എന്ത് കേസ് ഉണ്ടായാലും അയാൾക്ക് ഒരു സീനില്ല. അയാളുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദിൽ നൂറ പറയുന്നുണ്ട്, അവർ കേസ് ഫയൽ ചെയ്യാൻ പോയ സമയത്ത് ആ പോലീസ് സ്റ്റേഷനിൽ ഈ ജംഷീദിനെതിരെ നിലവിൽ എത്രയോ കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന്, പൈസ തട്ടിപ്പ് അങ്ങനെ പല കേസുകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അവിടെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക ഗൈസ്, ആ നിലവിൽ കേസ് നടന്നിട്ടും അവരെന്ത് ചെയ്യാണ്, ഇതിനിങ്ങനെ ഇറങ്ങി തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നിയമത്തെയും കാര്യം ഒരു പേടിയില്ലാത്തതുകൊണ്ടാണ് ഇമ്മാതിരി ഒരു കേസ് ഉണ്ടായിട്ടും 2 കേസ് ഉണ്ടായിട്ടും ഇതൊന്നും നോക്കാതെ ഈ ഒരു കാര്യം തന്നെ, തട്ടിപ്പും കാര്യം തന്നെ അയാൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. പറയാലോ ഗൈസ്, ഇയാൾ സംസാരിക്കുന്ന സമയത്ത് നമുക്കൊരു തരി പോലും ഇയാൾ ഫ്രോഡാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനേ പറ്റില്ല. ഇയാൾക്ക് സംസാരിച്ച് മറ്റൊരാളെ കെണിയിൽ വീഴ്ത്താനുള്ള ഭയങ്കരമായിട്ടുള്ള കഴിവുണ്ട്. അത് ഇയാൾ തെളിയിച്ചിരിക്കുകയാണ്. നമുക്ക് ഒരു രീതിയിലും നമുക്കിത് ഫേക്കാണ്, ഇത് സ്കാം ആണ് എന്നുള്ളത് മനസ്സിലാക്കാനേ പറ്റില്ല. ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇയാൾക്ക് ഇൻസ്റ്റഗ്രാമിൽ 2-3 തവണ ഹായ് അയച്ചു, അതുപോലെ കോളും ചെയ്തു ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. മീൻസ് എന്താണ് ഇയാളുടെ അടുത്തു നിന്നുള്ള റെസ്പോൺസ് എന്നറിയാൻ വേണ്ടിയിട്ട് ഹായും കാര്യങ്ങളൊക്കെ അയച്ചു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, ആദിൽ നൂർ ഇട്ടിട്ടുള്ള പോസ്റ്റ് ഞാൻ ഇവർക്ക് ഷെയർ ചെയ്തു. എന്താ ഇവരുടെ അടുത്തുനിന്ന്, കാരണം എനിക്കൊന്നും അറിയാത്ത പോലെ ഞാൻ അങ്ങനെ ആക്ട് ചെയ്ത് നിന്നിട്ട് പോസ്റ്റും കാര്യങ്ങളും ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഇത് എന്താണെന്നുള്ള രീതിയിൽ ചോദിച്ചു. അവരെന്താ ഇങ്ങോട്ട് പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട്, എനിക്ക് അതും കൂടെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നെ അവർ വിളിച്ചിട്ട് പറഞ്ഞു, സ്നേഹ നമ്മളിത് സ്നേഹയോട് പറയാൻ നിൽക്കുകയായിരുന്നു, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം ആ ഒരു രീതിയിൽ നിൽക്കുകയായിരുന്നു. ഇതിൻ്റെ ഫർദർ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നെക്സ്റ്റ് വീക്കിലൊരു ചാനലിൽ നമ്മൾ ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് കുറച്ചും കൂടെ ഇത് സെറ്റ് ആയിക്കോളും. ആ സമയത്ത് ഞാൻ ഇയാളോട് പറഞ്ഞു, ഇനിയും ഏത് രീതിയിലുള്ള കള്ളത്തരം കാണിച്ചിട്ടാണ് നിങ്ങൾ ഈ വരുന്നത് എന്നുള്ളത് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, സ്നേഹൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇപ്പോൾ സ്നേഹയ്ക്ക് ഇപ്പോൾ ഇങ്ങനെ തോന്നുള്ളൂ, മനസ്സിൽ ഇതൊക്കെ തോന്നുള്ളൂ, ബട്ട് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളൊന്നും ചെയ്യാതെ എങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് 2 പേര് അത്രയും ക്ലിയർ ആയിട്ട് അവരെങ്ങനെ അത് സംസാരിക്കുക എന്നുള്ളത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ പിന്നെ സ്നേഹ ഒരു എൻ്റെ പേരിൽ ഒരു കേസ് കൊടുത്തത് സ്നേഹ ഒന്ന് കാണിച്ചു താന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കതിപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാനുള്ള ഒരു വഴിയില്ല. കാരണം എനിക്കെന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെങ്കിൽ ആ സമയത്താണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നിങ്ങൾക്കെതിരെ ഒരു കേസ് കൊടുക്കുക. ഈ സമയം അപ്പോഴാണ് ഞാൻ ബാക്കിയുള്ള കേസും കാര്യങ്ങളൊക്കെ ഞാൻ കാണുക. ബട്ട് ഈ സമയം എനിക്കതിൻ്റെ ആവശ്യമില്ല. ഞാൻ അവർ പറഞ്ഞ് കേട്ടിട്ടുള്ളൂ. അവർ വെറുതെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് ജംഷീദ് അങ്ങനെയാണ്, ജംഷീദിന് ഇത്ര കേസുണ്ട്, ജംഷീദ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്ത് അങ്ങനെ പറയില്ല. ഓഫ് കോഴ്സ് ഒരു കോണ്ടന്റിന് വേണ്ടി മാത്രം അവരതങ്ങനെ ചെയ്യില്ല. ഓക്കെ, അവർക്കതൊരു അനുഭവം ഉണ്ടായിട്ടാണ്. അപ്പം അവരോട് ഇങ്ങനെ പറഞ്ഞപ്പം അവർക്ക് ഒരു റിപ്ലൈ ഇല്ല. അതങ്ങനെയാണ് സ്നേഹ, അതിങ്ങനെയാണ് സ്നേഹയുടെ ഭാഗത്തുള്ള സ്നേഹയ്ക്ക് അങ്ങനെ തോന്നുന്നതാണ്, നമ്മളങ്ങനെ ചെയ്തിട്ടില്ല, നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ന്യായീകരണം എന്താ പറയുക, ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുമോ, എന്നുള്ളതാണ് ജംഷീദിൻ്റെ ഭാഗത്ത് ജംഷീദ് പറയുന്ന ഒരു പോയിന്റ്. അത്
ജംഷീദിന് നമ്മുടെ നിയമം എങ്ങനെയായിട്ടാണ്, ജംഷീദിന് നമ്മുടെ നിയമത്തെ പേടിയില്ല. കാരണം നമ്മുടെ നിയമം എങ്ങനെയാണ്, ജംഷീദ് ഇപ്പോൾ എത്രയോ കള്ളത്തരങ്ങൾ ചെയ്യുന്നത്, ജംഷീദിനെ പിടിക്കുന്നില്ല. അതാണ് ജംഷീദിനുള്ള ഒരു ധൈര്യം. ഇപ്പോൾ ആദിൽ നോർ എന്നെ പറയുന്നുണ്ട്, എത്രയോ എക്സിസ്റ്റിംഗ് കേസുകൾ പോലീസ് സ്റ്റേഷനിൽ ജംഷീദിനെതിരെ കിടക്കുന്നുണ്ട്. ബട്ട് ജംഷീദ് അങ്ങനെ പുറത്തിറങ്ങി നടക്കുന്നു. അപ്പോൾ ഞാൻ പറയുന്നത്, ഞാനും ബാക്കിയുള്ള 2 പേരും സത്യം പറഞ്ഞ് ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുകയാണ് ഈ ആദിൽ നോറ ഇവരുടെ പോസ്റ്റ് കണ്ടതിന് ശേഷം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളും എന്താ പറയുക, എങ്ങനെയെങ്കിലും നമ്മളും ചെറിയ രീതിയിലൊക്കെ ഇവരുടെ ഇതിൽ വീഴാൻ നല്ല ചാൻസ് ഉണ്ട്, നമുക്കറിയില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം എൻ്റെ കേസിലാണെങ്കിലും ഫാമിലി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞാൻ പോവുകയാണെങ്കിലും പോവുള്ളൂ. നിങ്ങൾ എന്തായാലും കെയർഫുൾ ആയിട്ട് നിൽക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, ടാറ്റാ.